ഒരു കഥ ഞാൻ പറയാം. കഥയായിട്ട് കാണുക. ഒരിടത്ത് 2 വീടുകളുണ്ടായിരുന്നു. 2 പേർക്ക് മക്കളുണ്ടായിരുന്നു. മക്കളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 2 ആൺമക്കളായിരുന്നു. ഒരു വീട്ടിൽ നന്നായിട്ട് പഠിക്കുന്ന ആളും രണ്ടാമത്തെ വീട്ടിൽ നന്നായിട്ട് പഠിക്കുകയില്ലായിരുന്നു. ഈ 2 വീട്ടുകാരും ഒരു വീട്ടുകാർ മക്കളെ താരതമ്യം ചെയ്യുകയായിരുന്നു. അവസാനം 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. രണ്ട് വഴിക്കായി. 2 മക്കൾ 2 വഴിക്കായി. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരാൾ കോളേജിൽ പോയി, മറ്റൊരാൾ ഇലക്ട്രോണിക്സ് പഠിക്കാൻ പോയി. മാർക്ക് കുറവായതുകൊണ്ടാണ്. ഇലക്ട്രോണിക്സ് പഠിക്കാൻ പോയ ആളുടെ അമ്മയോട് മറ്റൊരു അമ്മ പറയാൻ, നന്നായിട്ട് പഠിക്കാത്തതുകൊണ്ടല്ലേ കോളേജിൽ പോകാത്തത് എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്ന സംസാരമൊക്കെ സംസാരിക്കുകയാണ് ഈ അമ്മ. പക്ഷേ ഇലക്ട്രോണിക്സ് പഠിച്ച മകനോട് അമ്മ പറയുകയാണ്, ഞാൻ എന്നെയും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടയക്കുകയാണ്. വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കോളേജിൽ പോയ ആൾ ദേഷ്യത്ത് ജോലി ചെയ്യുന്നു. ഇയാൾ പതിയെ കുറച്ച് കരാറായിട്ടുള്ള ജോലികൾ ചെയ്ത് 1 വർഷം 2 വർഷം വേറെ കമ്പനിയിൽ ജോലി ചെയ്ത് അങ്ങനെ 15 വർഷം ജോലി ചെയ്യുന്നു. ആ സമയത്തും ഈ ആൾ പറയുകയാണ്, വേറൊരു അമ്മ പറയുകയാണ്, നിൻ്റെ മോന് പെർമനൻ്റ് ജോലിയൊന്നും ആയില്ലല്ലോ, കഷ്ടം തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് പഠിച്ചവൻ്റെ അമ്മ പറയുക, ഞാൻ എൻ്റെ മകനെ വിശ്വസിക്കുന്നു, അതിനുപരി എൻ്റെ ദൈവത്തിന് വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. ഒരു ദിവസം 15 വർഷം ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു കമ്പനി CEO പോസ്റ്റിൽ ഉണ്ട് എന്ന് കേൾക്കുകയാണ്. അതിൽ അപ്ലൈ ചെയ്യുന്നു, അതിൽ ജോലി കിട്ടുന്നു. ആ സമയത്താണ് ഒരു ആൾ വരുകയാണ്. ജോലി കിട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വരികയാണ്. നോക്കിയപ്പോൾ തൻ്റെ പണ്ടത്തെ കൂട്ടുകാരനാണ്. അയാൾ പറയാണ്, ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കമ്പനിയൊക്കെ അടച്ച് പൂട്ടി, എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല എന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല, ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ് എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.